പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകം ഒന്നാകെ പ്രൈസ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കൊണ്ടാടുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രൈസ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രൈസലോ അല്ലെങ്കിൽ മരണത്തെ ജയിച്ചവനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുള്ളതായ ചില പ്രത്യേകതകളാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് അതൊരു പരാജയമല്ല എന്ന്, മരണം പരാജയമല്ല എന്നുള്ളതിന് തെളിവായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശാരീരിക പുനരുത്ഥാനത്തിനുള്ളതായ ഒരു ഉയർപ്പ് കൂടിയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെതായ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അതിൽ പ്രൈസലം നമുക്ക് ലഭിക്കുന്നതായ ഒരു സന്ദേശം ഇപ്രകാരമാണ്. ആ സന്ദേശം എന്ന് പറയുന്നത് മരണം പരാജയമല്ല, ജയമെന്ന് തെളിയിച്ചതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. രണ്ടാമതായിട്ട് അത് നൽകുന്നതായ ഒരു സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു മരിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ശാരീരിക പുനരുത്ഥാനത്തിൻ്റെ ഒരു ഉറപ്പ് കൂടെയാണ്. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലൂടെ പറയുമ്പോൾ താൻ അവിടെ ഊന്നി പറയുവാനായിട്ട് ശ്രമിക്കുന്നത് കൊരിന്ത്യയിലുള്ള വിശ്വാസികളുടെ ഇടയിലേക്ക് ദുരുപദേശം കടന്നു ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തൃണവൽക്കരിക്കത്തക്ക നിലയിൽ ശാരീരിക പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ദുരുപദേശകന്മാർ കൊരിന്ത്യ സഭയിലേക്ക് പ്രവേശിച്ചു. അവർ വന്ന് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പറഞ്ഞു, മരണത്തോടുകൂടി എല്ലാം കഴിയുകയാണ്, അതിനപ്പുറത്തായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ശാരീരിക പുനരുത്ഥാനം എന്ന് പറയുന്നത് അത് സംഭവിക്കുവാൻ സാധ്യതയുള്ളതായ ഒന്നുമല്ല, പുനരുത്ഥാനം ആത്മീകമാണ് എന്ന് പഠിപ്പിച്ചു. അതായത് ആത്മാവിന് മാത്രമാണ് പുനരുത്ഥാനം സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശാരീരിക പുനരുത്ഥാനത്തിന് പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയിൽ ആഞ്ഞടിച്ചതായ ഈ ദുരുപദേശത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതായ ഒരു അധ്യായമാണ് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് മരണം ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗം എന്ന് പറയുന്നത് അത് പരാജയമായിരുന്നില്ല, പിന്നെയോ അതൊരു ജയമായിരുന്നു. ജയം മാത്രമല്ല, ദൈവത്തിൻ്റെ ദാസൻ അതിലൂടെ ദൈവസഭയെ ഉറപ്പിക്കുന്നത് ദൈവജനത്തിനും ഒരു ശാരീരിക പുനരുത്ഥാനം ഉണ്ടാകുമെന്നുള്ളതാണ്. ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കൊണ്ടാടുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രൈസ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അഥവാ ശാരീരികമായ ഉയർപ്പ് ദൈവസഭയ്ക്ക് നൽകുന്നതായ രണ്ട് പ്രത്യേകതകളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായിരിക്കുന്നതായ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി. പ്രൈസ് ദി ലോർഡ്. എഫിക്കസി ഓഫ് പ്രീച്ചിങ് ആൻഡ് എഫിക്കസി ഓഫ് ഫെയ്ത്ത്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഞങ്ങളുടെ പ്രസംഗത്തിന് ഫലപ്രാപ്തിക്ക് കാരണമായി. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി എന്ന് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു. ഇന്ന് പകൽക്കാലം നാം
ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഈ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെതായ ഉയർപ്പ് അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി. എഫിക്കാസി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് അഥവാ വിശ്വാസത്തിൻ്റെ ഗുണത്തിന് അത് കാരണമായി എന്ന് കൊരിന്ത്യ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി തീർന്നത്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ആകെ തുക ക്രിസ്തു അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ വചനമൊന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. വളരെ പെട്ടെന്ന്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്. യേശു അവനോട് വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഫലപ്രാപ്തി. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യയിലെ വിശ്വാസികളോട് അഥവാ പുതിയ നിയമസഭയോട് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലപ്രാപ്തിയാണ്. താൻ ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാകും എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഫലപ്രാപ്തി എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതായത് പണത്തിനോ മറ്റു വസ്തുക്കൾക്കോ ചെയ്യുവാൻ കഴിയാത്തതിനെ വിശ്വാസിച്ചാൽ ചെയ്യുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ വിശ്വാസിക്ക് ചെയ്യുവാനായിട്ട് കഴിയും. പണത്തിനോ മറ്റു വസ്തുക്കളോ ചെയ്യുവാൻ കഴിയാത്തതിന് വിശ്വാസത്തിലൂടെ ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തി. ഇവിടെ നാം കാണുന്നത് യേശു തൻ്റെ അടുക്കൽ വന്നവരോട് പറയുകയാണ്, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് അത് കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നതായ സംഭവം. അവിടെ ഹല്ലേലൂയ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം പറയുന്നു. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. അതിനുശേഷം 2-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഹല്ലേലൂയ യോവേൽ പ്രവചന പുസ്തകം പ്രസംഗിച്ചു തുടങ്ങുന്നതായ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്നതായ പത്രോസ് പിന്നീട് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ കുറിച്ച് ഹല്ലേലൂയ അതിന്റെ 29, 30, 31 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ പറ്റി സവിസ്തരം പത്രോസ് അവിടെ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുകയാ, അവരോട് പ്രസംഗിക്കുകയാ. ഈ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതായ എക്കാലത്തെയും ക്രിസ്തീയ ഉപദേശത്തിന്റെ കാതലായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ താൻ അവിടെ പ്രതിപാദിക്കുകയാണ്. അവിടെ അവൻ പറയുന്നത് ഒരു കാര്യമുണ്ട്, ഈ യേശുവിനെ ദൈവം ഉയർത്തി എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാം സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞ്
ആ ജനത്തെ പ്രബോധിപ്പിക്കുന്നവനായിരിക്കുന്ന പത്രോസ്. അതിൻ്റെ 37-ാമത്തെ വാക്യം അതിനെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ഇതു കേട്ടവർ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ചേരുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പറ്റിയുള്ള പ്രസംഗം അത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഇതുവരെ പ്രസംഗിക്കപ്പെട്ടിരിക്കുന്ന സകല പ്രസംഗങ്ങളെക്കാട്ടിലും ദൈവവചന പ്രസംഗത്തിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അത് മരണ പുനരുത്ഥാനങ്ങളെ പറ്റി പറയുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നിരാശയിലാണ്ട് ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ തയ്യാറെടുക്കുന്ന മനുഷ്യനോട് ദൈവവചനം നൽകുന്ന സന്ദേശം ഇതാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു പുനരുത്ഥാനം പ്രാപിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത്. അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. കേവലം ശാരീരിക ഉയർപ്പെന്ന് പറയുന്നത് അതിനെപ്പറ്റി ഉത്തമമായ തെളിവോടുകൂടെ ഇപ്രകാരം സവിസ്തരമായി വിവരിക്കുന്ന വേറൊരു ഗ്രന്ഥമില്ല. മനുഷ്യന് ഒരു ശാരീരിക ഉയർപ്പ് പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ സാധിക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തി എന്ന് നാം മനസ്സിലാക്കുവാണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലുള്ളതായ വിശ്വാസത്താൽ, ക്രിസ്തുയേശുവിലുള്ളതായ വിശ്വാസത്താൽ, ആ വിശ്വാസത്തിന് ആധാരം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഫെയ്ത്ത് ഈസ് ഹോൾഡിംഗ് ഓൺ ഗോഡ്സ് പ്രോമിസസ് ആൻഡ് ഫൈൻഡിങ് യുവർ ഓൺ ഫുൾഫിൽഡ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഫെയ്ത്ത് ഈസ് ഹോൾഡിംഗ് ഓൺ ടു ഗോഡ്സ് പ്രോമിസസ് ആൻഡ് ഫൈൻഡിങ് യുവർ ഓൺ ഫുൾഫിൽഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് നിങ്ങളുടേതായ കാര്യത്തെ പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നാണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കണം, ദൈവിക വാഗ്ദത്തങ്ങളെ നാം അതിലൂടെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ പല കാര്യങ്ങളിൽ വിശ്വാസത്താൽ നമുക്ക് നേടിയെടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നമുക്കത് നേടിയെടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുണത്തിന് കാരണമായി എന്നുള്ളതാ. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൽ വെല്ലുവിളികളെ നാം അഭിമുഖീകരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പലപ്പോഴും ലക്ഷ്യബോധമില്ലാതെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം ആയിപ്പോകുമ്പോൾ നിങ്ങളൊന്ന് ചേർന്ന് നോക്കിക്കേ. ദൈവവചനത്തിലുള്ളതായ വിശ്വാസം, ക്രിസ്തുവിലുള്ളതായ വിശ്വാസം നമുക്കെന്ത് നൽകുന്നതാണ്? ഒരു ലക്ഷ്യബോധം നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിനൊരർത്ഥം നൽകുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് ആ പ്രതികൂലങ്ങളിൽ ഒരു ആശ്വാസം നൽകുന്നതാണ് ക്രിസ്തുയേശുവിൻ്റെ വചനത്തിലുള്ളതായ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ പ്രൈസ് ദി ലോർഡ് പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, യേശു ഹല്ലേലൂയ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം എന്താണ്? വ്യർത്ഥമാണ്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, അത് ഫലപ്രാപ്തിയെത്തിയതാണ്, അത് ഗുണകരമായതാണ്. എന്തുകൊണ്ടെന്നറിയാമോ? യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. ലോകത്തിലുള്ളതായ സകല കല്ലറകളും, സകല സെമിട്രികളും, സകല ശവകുടീരങ്ങളും നിരാശയുടെ വാക്കുകൾ മാത്രം പറയുമ്പോൾ, ഇതാ യെരുശലേമിൽ ഒരുവന്റെ കല്ലറ ശേഷിച്ചിരിക്കുന്നു. ആ കല്ലറ വിളിച്ചു പറയുന്നത് ഇതിലടക്കപ്പെട്ടവൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തെ മനോഹരമായ ശവകുടീരങ്ങളിൽ ഒന്നാണ് പ്രൈസ് ദി ലോർഡ് താജ്മഹൽ എന്നുള്ളത്.
മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ ഭഗ്നിയുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച അതൊരു ശവകുടീരമാണ്. ആ ശവകുടീരം ചെന്ന് ഓപ്പണാക്കി ഇന്ന് നോക്കിയാൽ അതിനകത്തുനിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അടക്കപ്പെട്ട വ്യക്തിയുടെ അസ്ഥിപഞ്ജരങ്ങളും അസ്ഥിയുടെ അവശിഷ്ടങ്ങളും ശേഷിച്ചിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിൽ നമുക്കൊരു അസ്ഥിയുടെ പഞ്ചരമോ ഒരസ്ഥിയുടെ കഷണമോ കാണുവാൻ കഴിയത്തില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ കല്ലറ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ ഈ കല്ലറയിൽ അടക്കപ്പെട്ടിരുന്നു, എന്നാൽ അവൻ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ദൈവവചനത്തിന്റെ സത്യം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. പ്രൈസലോ. നമുക്കറിയാം, നാളുകൾക്ക് മുമ്പ് പ്രൈസല ഈജിപ്തിൽ ഒരു ഫറവോന്റെ കല്ലറ പ്രൈസല ഹല്ലേലൂയ മമ്മി കണ്ടുപിടിക്കുവാനായിട്ടിടയായി തീർന്നു. ആ മമ്മി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടക്കപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഫറവോയുടെ ശരീരം അവിടെ അടക്കപ്പെട്ടതാണ്. എന്നാൽ കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞപ്പോൾ, കാലയൗവനികൾ മാറി മറിഞ്ഞപ്പോൾ പിന്നീട് ആ കല്ലറ കണ്ടുപിടിക്കുവാനും ആ മമ്മി പുറത്തെടുക്കുവാനുമായി ഇട്ടിടയായി തീർന്നു. പുറത്തെടുത്തപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത്. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നാളുകൾക്ക് മുമ്പ് അടക്കപ്പെട്ടതായ ആ വ്യക്തിയുടെ ശരീരാവശിഷ്ടങ്ങൾ അവിടെ റിമെയിൻ ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു, അവിടെ ശേഷിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ഒരു കാര്യം ഇതാണ്: ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കാരണമായി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അത് നമ്മുടെ പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തന്നെ അതിന് ഉദാഹരണമാണ്. അതിലും നല്ലൊരു ഉദാഹരണം പ്രൈസ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ അഥേനയിലെത്തിയതായ ഹല്ലേലൂയ പൗലോസ് നടത്തുന്നതായ പ്രസംഗത്തിൻ്റെ പ്രൈസ് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഫലപ്രാപ്തി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. പ്രൈസ് ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 മുതൽ പൗലോസ് അഥേനയിൽ എത്തിയ വിവരങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏഥൻസ് എന്ന് പറയുന്നത് പ്രൈസലോ യവന സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ യവന ഗ്രീക്ക് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായും ചരിത്രപരമായി പ്രാധാന്യമുള്ളതായ ഒരു നഗരമായിരുന്നു ഏഥൻസ് എന്ന് കാണുന്നു. ഇതിനെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനേക സാംസ്കാരിക നേതാക്കന്മാരും തത്വജ്ഞാനികളും ഉടലെടുത്തതായ ഒരു പ്രദേശമാണ് ഏഥൻസ്. അനേക തത്വജ്ഞാനികൾ ഉണ്ടായിരുന്നു. ആ 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്കത് കാണുവാനായി കഴിയും. അഥേനക്കാരുടെ പ്രത്യേകത എന്തായിരുന്നു? അവരുടെ പ്രത്യേകതയെപ്പറ്റി അവർ പറയുന്നത് പ്രൈസല പരദേശികളും വന്നു പാർക്കുന്നവരും ആയ അഥേനക്കാർ പുതുമയുള്ളതായ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയുവാൻ വ്യഗ്രതയുള്ളതായ ഒരു കൂട്ടരായിരുന്നു അഥേനക്കാർ. ഇവരുടെ മധ്യത്തിലേക്കാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ പൗലോസ് കടന്നു ചെല്ലുന്നത്. പൗലോസ് കടന്നു ചെന്നിട്ട് അവൻ ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ ദൈവഭക്തന്മാരോടായ മനുഷ്യരോട് ആലയത്തിൽ പോയി സംസാരിക്കുവാനിടയായി തീർന്നു. സ്ഥലങ്ങളിൽ അവൻ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പലരോടും എപ്പിക്കുരിയരോടും സ്തോയിക്കരോടും വാഗ്വാദങ്ങൾ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ നാം കാണുന്നത് പൗലോസ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അതിമനോഹരമായ ഒരു പ്രസംഗം താൻ നടത്തുകയാണ്. ആ പ്രസംഗത്തിൽ ഹല്ലേലൂയ പൗലോസ് സർവശക്തനായ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സകലമാന കാര്യങ്ങളെപ്പറ്റിയും സംക്ഷിപ്ത രൂപം നൽകുന്നവനായിരിക്കുന്ന പൗലോസ് 31-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ ഉയർപ്പ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ ഉയർപ്പ് അത് പറഞ്ഞ് താൻ തൻ്റെ പ്രസംഗം അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്നുള്ളതായ ആ വിഷയമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായിട്ട് മാറും. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്നുള്ളത് നമ്മുടെ പ്രസംഗത്തിലില്ലെങ്കിൽ
നമ്മുടെ പ്രസംഗം എന്തായിത്തീരും? അത് വ്യർത്ഥമായിട്ട് തീരും. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് പ്രൈസ് പൗലോസ് അഥേനയിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകി എന്നാണ് 31 പറയുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ എവിടെയൊക്കെ ദൈവവചനം പ്രസംഗിച്ചു, തൻ്റെ പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. തൻ്റെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായി തീരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അത് ഫലപ്രാപ്തിയിലെത്തുവാനായിട്ടിടയായി തീരും. ഞാനും എൻ്റെ പ്രസംഗം ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കണം. അത് എൻ്റെ പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി തീരും. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിക്കാട്ടെ. പ്രൈസ് നമ്മുടെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്നുള്ളതായ ആ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ എനിക്കും നിങ്ങളും കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ഇത് പകൽക്കാലം നാം ചിന്തിക്കേണ്ട വിഷയം അതാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാകുമെന്നുള്ളതായ ആ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിയിൽ ദൈവദാസന്മാരെ, നമ്മുടെ പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിയിൽ നമുക്കെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പൗത്രോസ് പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും യേശു ക്രിസ്തുവിൻ്റെ മരണവും അവൻ്റെ പ്രസംഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പ്രസംഗത്തും ഫലപ്രാപ്തിയിലെത്തുവാനായിട്ടിടയായി തീർന്നതാണ്. പത്രോസും പൗലോസും ശീലാസും എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ വിശ്വാസം ഫലപ്രാപ്തിയിലെത്തുവാനായിട്ട് ഇടയായി തീർന്നത് അവരുടെ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പുണ്ടായിരുന്നു. നമുക്കറിയാം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്ത് പ്രൈസ് ഹല്ലേലൂയ കൈമേലുള്ളതായ ചങ്ങലകൾ അഴിഞ്ഞു വീണപ്പോൾ, കാരാഗ്രഹം കുലുങ്ങിയപ്പോൾ, കാരാഗ്രഹ പ്രമാണി ഭയപ്പെട്ട് അവൻ്റെ അടുക്കലേക്ക് വന്ന് സഹോദരന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, നസ്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ വിശ്വാസം അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കൂടിയേ തീരൂ. നമ്മുടെ പ്രസംഗം അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരണമെങ്കിൽ അതെന്ത് ചെയ്യണമെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കൂടിയേ മതിയാകൂ എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ഇതാ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പ്രൈസ് കൊരിന്ത്യർ ലേഖനം അനുസരിച്ച് നാം പഠിക്കുമ്പോൾ ആ മരണം ഒരിക്കലും അത് പരാജയമായിരുന്നില്ല, അത് ജയത്തിന് കാരണമായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ജയാളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി തീരട്ടെ. അങ്ങനെയെങ്കിൽ പ്രൈസ് ഹല്ലേലൂയ ജയാളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവം